ഹലോ മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സാറ് വന്നിട്ടുള്ളത് ഇന്ന് ICT പ്രാക്ടിക്കൽ വീഡിയോ സെഷനിലെ നമുക്കറിയാം നമ്മുടെ QGIS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, നമ്മുടെ മാപ്പൊക്കെ ഉള്ള ചിത്രം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കലിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? നമുക്കറിയാം നമ്മുടെ മോഡൽ പരീക്ഷ കഴിഞ്ഞു, ഇപ്പോൾ SLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്ന് കോൺഫിഡൻറ്റ് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡി അല്ലേ? യെസ്, ആദ്യത്തെ ചോദ്യം എന്താ നോക്കാം നമുക്ക്. യെസ്, ഫസ്റ്റ് ചോദ്യം നോക്ക്. എ റിസോഴ്സ് മാപ്പ് നെയ്മഡ് ലോക്കൽ മാപ്പ് ഡോട്ട് QGS ഈസ് ഗിവൺ ഇൻ ദ QGIS പ്രൊജക്ട് ഫോൾഡർ. അതായത് ഒരു ലോക്കൽ മാപ്പ് ഡോട്ട് QGIS എന്ന് പറയുന്ന അല്ലെങ്കിൽ QGS എന്ന് പറയുന്ന ഒരു ഫയൽ എവിടെ കിടക്കുന്നുണ്ട്? QGIS പ്രൊജക്ട്സ് ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. എന്നാൽ എവിടെ ആ QGIS പ്രൊജക്ട്സ് ഫയൽ എവിടെ കിടക്കുന്നത്? എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ഹോം അല്ലെ? ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലാണ് കിടക്കുന്നത്. ഓപ്പൺ ദിസ് ഫയൽ ഇൻ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ. അതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പേരെന്താ? QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. എന്നിട്ട് എന്ത് ചെയ്യുക? പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്താണ്? ഓപ്പൺ ദ ആട്രിബ്യൂട്ട് ടേബിൾ ഓഫ് ദ ഹൗസ് ലെയർ ഇൻ ദ റിസോഴ്സ് മാപ്പ് ആൻഡ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗസസ് ഇറ്റ് കണ്ടെയ്ൻസ്. അതായത് നമുക്കറിയാം നമ്മുടെ QGIS സോഫ്റ്റ്വെയറിൽ നമ്മൾ മാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലെയറൊക്കെ കാണാൻ പറ്റൂല്ലേ? അതിൽ പെട്ടൊരു ലെയറാണ് ഹൗസ് എന്ന് പറയുന്ന ലെയർ. ആ ഹൗസ് എന്ന് പറയുന്ന ലെയർ എടുത്തിട്ട് അതിലെ ആട്രിബ്യൂട്ട് ടേബിൾ എന്ത് ചെയ്യുക? നിങ്ങളോട് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞത് ഫസ്റ്റ് ചോദ്യം. പിന്നെ എന്താ പറഞ്ഞത്? ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് സേവ് ഇറ്റ് ഇൻ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. മാത്രമല്ല എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ പോയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും _ ക്വസ്റ്റ്യൻ നമ്പർസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. പ്രസ് ദ പ്രിന്റ് സ്ക്രീൻ പ്രിന്റ് സ്ക്രീൻ കീ ഓൺ ദ കീബോർഡ് ടു ടേക്ക് സ്ക്രീൻഷോട്ട്. അതായത് നമ്മുടെ കീബോർഡിൽ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ്, ആദ്യം നമുക്ക് ഏത് സോഫ്റ്റ്വെയർ തുറക്കണം? QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാം? നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇത് കുറച്ച് അപ്ഡേറ്റഡ് ആയ സോഫ്റ്റ്വെയർ ആണ്. ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടാവും, ചെറിയ ചേഞ്ചുകൾ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്താ ഏത് ഫയൽ എടുത്തുകൊണ്ടിരേണ്ടത്? ലോക്കൽ മാപ്പ് ഡോട്ട് QGS എന്ന് പറയുന്ന ഫയൽ എടുത്തുകൊണ്ടിരണം. ഓപ്പൺ അടിച്ചിട്ട് പോകണം അല്ലെ? പ്രൊജക്ട് ഓപ്പൺ അടിച്ചിട്ട് നമ്മുടെ എവിടെ പോകണം? എക്സാം ഡോക്യുമെന്റ്സിൽ പോവാം. കേട്ടോ, QGIS പ്രൊജക്ട്സ് കണ്ടോ ഫോൾഡർ, അതിൽ പോയിട്ട് എന്ത് ചെയ്യാം? ലോക്കൽ മാപ്പ് QGIS എന്ന് പറയുന്ന ഫയൽ എന്ത് ചെയ്യുക? ഓപ്പൺ ആക്കുക. ഇതാ നമ്മുടെ മാപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. റെഡി അല്ലേ? നമ്മുടെ മാപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ലിസൺ. യെസ്, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? എന്താ? ഓപ്പൺ ദ ആട്രിബ്യൂട്ട് ടേബിൾ ഓഫ് ദ ഹൗസ് ലെയർ. ഹൗസ് ലെയറിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഹൗസ് ലെയർ ഇവിടെ നോക്കാം. ദ ഫസ്റ്റ് കാണുന്ന ലെയർ കണ്ടോ? ഇതൊക്കെ ഓരോ ലേയേഴ്സ് ആണ്. ലേയേഴ്സ് എന്ന് പറഞ്ഞ പാലറ്റ് കണ്ടോ? അതിൻ്റെ ഇടയിൽ കണ്ടോ ഒരുപാട് ലേയേഴ്സ്. യെസ്, അതിൽ ഹൗസ് എന്ന് പറഞ്ഞ ലേയേഴ്സിലാണ് ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആയിട്ടുള്ളത്. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ നിങ്ങൾ? ദ ആട്രിബ്യൂട്ട് ടേബിൾ ഇവിടെ വന്നു. യെസ്, ഞാൻ ആട്രിബ്യൂട്ട് ടേബിൾ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. യെസ്, എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞു അല്ലേ? കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞു. ഈ ചോദ്യത്തിൽ ഇത്രേ ചെയ്യാനുള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ കഴിച്ചില്ലായി അല്ലേ? യെസ്, എന്താ? ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് സേവ് ഇറ്റ് എക്സാം 10 ഫോൾഡർ അല്ലേ? അതായത് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? അല്ലെ, കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, പ്രിന്റ് സ്ക്രീൻ. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ പ്രിന്റ് സ്ക്രീൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് ഇത് എവിടെ ഉണ്ടാവും? പിക്ചേഴ്സിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത സാധനം എവിടെയാണ്? പിക്ചേഴ്സിലുണ്ടാവും. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? അതെടുക്കുക. പിക്ചേഴ്സ് ഫോൾഡറിൽ നിന്ന് എടുത്തതിന് ശേഷം ഇവിടെ ഇത് ക്ലോസ് ചെയ്യാം. പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇതാ ലാസ്റ്റ് കണ്ടോ നിങ്ങൾ? ഇതാ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത്. ഇത് ഇവിടുന്ന് എന്ത് ചെയ്യണം? എടുക്കണം. ഇത് ഇവിടെ വെച്ച് വെക്കാനുള്ളതല്ല, ഇവിടുന്ന് എടുക്കുക. കോപ്പി ചെയ്യുക. റൈറ്റ് ബട്ടൺ അടിച്ച് കോപ്പി അടിച്ചതിന് ശേഷം നേരെ അല്ലേ നമ്മുടെ എക്സാം 10 പോയിട്ട് ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് അല്ലേ? യെസ്, കൺട്രോൾ V അടിച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് പേസ്റ്റ് അടിച്ചാലും മതി. ഓക്കെ, എന്നിട്ട് ഇത് റീനെയിം ചെയ്യണം. റീനെയിം ചെയ്യാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? റീനെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യെസ്, എന്നിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. 1 2 3 4 5 നമ്മുടെ രജിസ്റ്റർ നമ്പർ അതാണ് കേട്ടോ. യെസ്, ഷിഫ്റ്റ് മൈനസ് അടിച്ച് കഴിഞ്ഞാൽ _ വരും. ക്വസ്റ്റ്യൻ 1ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇത് ഓൾറെഡി എക്സിസ്റ്റ് ആണ്. അപ്പോൾ ഒരു 3ാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കുക. 3. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു. അപ്പൊ ഈ ചോദ്യം കംപ്ലീറ്റ് ആയേ. സിമ്പിൾ ചോദ്യം അല്ലടാ.
സിമ്പിൾ ചോദ്യം അല്ലേ? ഇത് മൊത്തം ഇത് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ ചോദ്യം, സ്ക്രീൻഷോട്ട് എടുക്കാനേ ലാസ്റ്റ് ഉള്ളൂ അല്ലെ. പിന്നെന്താ ആട്രിബ്യൂട്ട് ടേബിൾ, ഹൗസ് എന്ന് പറയുന്ന ലെയറിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ ഡിസ്പ്ലേ ചെയ്യാനാണ് ചോദിച്ചത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്യണേ. യെസ്, ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യം എന്താ നോക്കാം, ശ്രദ്ധിച്ചോ. അടുത്ത രണ്ടാമത്തെ ക്യൂജിസ് സോഫ്റ്റ്വെയറിലെ ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, രണ്ടാമത്തെ ചോദ്യം എന്താ? 2. യെസ്, രണ്ടാമത്തെ എന്താ? യെസ്, നോക്കാം. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? യെസ്. ഈ റിസോഴ്സ് മാപ്പ് നൈമഡ് ലോക്കൽ മാപ്പ് ഡോട്ട് QGS ഈസ് ഗിവൺ ഇൻ ദ QGIS projects ഫോൾഡർ ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ഹോം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ QGIS projects എന്ന് പറയുന്ന ഫോൾഡറിൽ ആരുണ്ട്? ലോക്കൽ മാപ്പ് ഡോട്ട് QGS എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്. അത് എടുത്തുകൊണ്ടിരണം. എന്നിട്ട് എന്താ? ക്രിയേറ്റ് എ ലെയർ നെയ്മഡ് സ്കൂൾ അല്ലെ. അതായത് സ്കൂൾ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടാക്കണം. പുതിയ ലെയർ ഉണ്ടാക്കണേ, ടാസ്ക് ആണ്. പിന്നെന്താ? ലെയർ ടൈപ്പ് എന്താണ്? പോയിന്റ്. ലെയറിന്റെ ടൈപ്പ് എന്താണ്? പോയിന്റ് ഇത് കൊടുക്കണം, പോയിന്റ് ടൈപ്പ് അല്ലെ. പിന്നെ അതിനുള്ളിൽ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യണം. ആട്രിബ്യൂട്ട്സ് എന്താണ്? നെയിം, കോഡ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക? സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് എ സ്കൂൾ ഓൺ ദ മാപ്പ്. ID എന്ത് ചെയ്യണം? 1 കൊടുക്കണം. പിന്നെ നെയിം GLPS കൊടുക്കണം. കോഡ് അല്ലെ 98765 എന്ന് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സേവ് ദ റിസോഴ്സ് മാപ്പ് യൂസിങ് ഓപ്ഷൻ പ്രൊജക്ട് സേവ് ആസ് ഇൻ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം. അതായത് എന്നിട്ട് ഇതിയുടെ സാധാരണ സേവ് ചെയ്യുന്നത് പോലെ എന്താ? ഫയലിൽ പോയിട്ട് അല്ലെ, പ്രൊജക്റ്റിൽ പോയിട്ട് സേവ് ആസ് അടിച്ചിട്ട് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ നമ്പർ _ question കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഫയൽ നാമമായിട്ട് സേവ് ചെയ്യാം. അപ്പൊ ചെയ്തു തുടങ്ങിയാലോ? എല്ലാം റെഡി അല്ലേ? യെസ്. ആദ്യം നമ്മൾ നമ്മുടെ QGIS സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യാം. QGIS സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്യാണ്. റെഡി. യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ മാപ്പ് കൊണ്ടുവരണല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊജക്റ്റിൽ പോവുക, ഓപ്പൺ അടിക്കുക. എക്സാം ഡോക്യുമെന്റ്സിൽ പോവുക. QGIS projects ഉണ്ടാവും. നേരെ ഞാൻ ഓൾറെഡി എന്താണ് അതോട് തുറന്ന് വെക്കുന്നുണ്ട്, തുറന്ന് ഓൾറെഡി കിടക്കുന്നുണ്ട്. ഞാനത് തുറക്കാതെ എന്ത് ചെയ്യാം? ഒന്ന് കാണിച്ചതാണ് കേട്ടോ. എക്സാം ഡോക്യുമെന്റ്സിൽ എന്തുണ്ടാവും? QGIS projects എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ പോയിട്ട് ലോക്കൽ മാപ്പ് ഞാൻ എഗെയിൻ കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ എടുത്ത ലോക്കൽ മാപ്പ് തന്നെയാണ്. ഓക്കെ, കൊണ്ടുവന്നു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? പുതിയ ലെയർ ഉണ്ടാക്കണം അല്ലേ. ക്രിയേറ്റ് എ ലെയർ നെയ്മഡ് സ്കൂൾ എന്ന് പറയുന്ന ലെയർ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ലെയർ ടൈപ്പ് എന്താക്കണം? ലൈൻ ഉണ്ടാവും, പോയിന്റ് ഒക്കെ ഉണ്ടാവില്ലേ, പോയിന്റ് കൊടുക്കാണ്ടാവും. പിന്നെ ആട്രിബ്യൂട്ട്സ്, നെയിം, കോഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോട്ടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ലെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നേരെ ലെയർ പാനൽ മുകളിൽ കണ്ടങ്ങൾ മെനു ബാറിൽ എന്ത് ചെയ്യുക? അല്ല, ലെയർ ഉണ്ടാവും. യെസ് അല്ലേ. ആ ലെയറിൽ പോയിട്ട് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ലെയർ എന്ന് കണ്ടോ? അതിൽ പോവുക. എന്നിട്ട് എന്താ? ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന് കണ്ടോ? ന്യൂ ഷേപ്പ് ഫയൽ ലെയർ അല്ലേ, ലെയർ അല്ലേ. അതായത് ലെയർ എടുക്കുക, ക്രിയേറ്റ് ലെയർ എടുക്കുക, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എടുക്കുക. ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ സ്കൂൾ എഴുതി കൊടുക്കുക. കാരണം എന്താ? ലെയറിന്റെ പേരെന്താ? സ്കൂൾ എന്നല്ലേ. സ്കൂൾ എഴുതി കൊടുത്തു. പിന്നെ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക? കാണിക്കുക എന്ത്? സൈസ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ലെയർ ടൈപ്പ്. ഇതാ ഈ കാണുന്ന ലെയർ ടൈപ്പ്. ലെയർ ടൈപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പോയിന്റ് എന്ന് കൊടുക്കുന്നുണ്ട്. പോയിന്റ് ജിയോമെട്രിക്കൽ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ഞാൻ പോയിന്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ന്യൂ ഫീൽഡ് ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊക്കെയാണ് ഫീൽഡ്? ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? നെയിം, കോഡ്. ഞാനിവിടെ നെയിം അടിക്കുന്നുണ്ട്. നെയിം എന്നിട്ട് ആഡ് ഫീൽഡ് ലിസ്റ്റ് കൊടുക്കുക. നെയിം വന്നു. പിന്നെന്താ? കോഡ് കൊടുക്കുക. കോഡ് കൊടുത്തു. ആഡ് ഫീൽഡ് ലിസ്റ്റിൽ പിന്നെ അഗേജ് ആഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ID, നെയിം, കോഡ് അല്ലെ. ID ഓൾറെഡി അവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഞാൻ എന്തൊക്കെ കൊടുത്തു? ന്യൂ ഫീൽഡിലുള്ള നെയിം കൊടുത്തു, കോഡ് കൊടുത്തു. ഓക്കെ അല്ലേ. എന്നിട്ട് അത് എന്ത് ചെയ്തു? ആഡ് ടു ഫീൽഡ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഓക്കെ അല്ലേ. യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പരിപാടി കഴിഞ്ഞു. ഇനി ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നോക്കടാ, ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞൊരു ലെയർ വന്നതായിട്ട് കണ്ടങ്ങൾ ഈ അറ്റത്ത് കണ്ടോ? സ്കൂളിലെ പുതിയ ലെയർ വന്ന് കണ്ടോ? യെസ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് എ സ്കൂൾ ഓൺ ദ മാപ്പ്. അതായത് മാപ്പിൽ എന്ത് ചെയ്യുക? എവിടെയെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് അറിയോ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ലെയർ എന്ത് ചെയ്യണം? നമ്മുടെ മാപ്പിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താ? ഇവിടെ സ്കൂളിൽ സെലക്ട് അല്ലേ. ഇപ്പൊ ഇവിടെ അങ്ങനെ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ സ്കൂൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു ടൂള്, ഒരു പാനൽ ടൂൾ കണ്ടോ? അതിന്റെ പേരാണ് ടോഗിൾ എഡിറ്റിംഗ് ടൂൾ എന്ന് പറയും. എന്താ പറയുക? ടോഗിൾ എഡിറ്റിംഗ് ടൂൾ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇവിടെ കണ്ടങ്ങൾ ഒരു 3 പോയിന്റ് ആയിട്ട് ആഡ് പോയിന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിളാണ് അല്ലെ. ഒരു ടേബിൾ അല്ലെ, ഒരു മെനു അല്ലെ. അപ്പോൾ ആദ്യം നോക്കണേ, ഇത് ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്താല് ഈ കാണുന്ന എന്ത്? ആഡ് പോയിന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ എന്ത് ചെയ്യുള്ളൂ? എനേബിൾ ആവുള്ളൂ. എനേബിൾ ആവുള്ളൂ. ആദ്യം ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ക്ലിക്ക് ചെയ്താലേ അത് എനേബിൾ ആവുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്? ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ട് ഇവിടെ കൊടുത്ത് നിൽക്കുക. യെസ്.
യെസ്. അപ്പോൾ അത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ID ചോദിക്കുന്നുണ്ട്. ID നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. എന്താ ID 1 ID. അപ്പോൾ ഞാൻ 1 എന്ന് കൊടുത്തു ID. യെസ്. പിന്നെ നെയിം നള്ളാണ് ഓൾറെഡി ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യും അവിടെ മാറ്റിയിട്ട് GLPS എന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു GLPS എന്ന് കൊടുത്തു. പിന്നെ അടുത്തത് കോഡ് അല്ലേ എത്ര 98765 98765 കൊടുത്തു. ഓക്കെ. അപ്പോൾ 1 GLPS 98765 ഓക്കെ അടിച്ചു. യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ഭാഗത്ത് ഇവിടെ കണ്ടങ്ങൾ ഈ കാണുന്ന ഭാഗത്ത് എന്ത് വന്നു സ്കൂൾ വന്നില്ലേ, സ്കൂൾ വന്നു അല്ലേ. അപ്പൊ അത്രേ പണിയുള്ളൂ അല്ലേ. അപ്പോ ഇനി സേവ് ദ റിസോഴ്സ് മാപ്പ്. ഇനി വേണമെങ്കിൽ എന്ത് നമ്മൾ കൊടുത്ത ഡാറ്റ കാണണമെങ്കിൽ ഈ സ്കൂളിൽ പോയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അവിടെ വന്നു വേണ്ടങ്ങൾ കണ്ടോ. യെസ്. ഏതാ ID 1 ഉണ്ട്, നെയിം GLPS ഉണ്ട്, കോഡും കൊടുത്തിട്ടുണ്ട് കണ്ടങ്ങൾ. യെസ്. അപ്പോൾ ആ ഏത് ലെയർ തുറന്നാലോ കിട്ടും. ഹൗസിന്റെ ലെയർ തുറന്നാൽ ഹൗസിന്റെ ലെയർ പോയിട്ട് തുറക്കുക. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആട്രിബ്യൂട്ട് ഉള്ളതാ ഓരോരുത്തരുടെ ഹൗസിന്റെ നെയിം കണ്ടങ്ങൾ, നെയിം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താണ് സ്കൂളിലേക്കുള്ള ഡീറ്റെയിൽസ്. ഇനി അടുത്ത സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ പോവുക. അപ്പോൾ ഒരു ലെയറിലുള്ള ഡാറ്റ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലേ ഏത് ലെയറാണോ അത് സെലക്ട് ചെയ്യുക. അതിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ പോയി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും അവിടെ കൊടുത്ത ഡാറ്റകളൊക്കെ കിട്ടും. ഓക്കെ അല്ലേ. യെസ്. ഇനി നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞാൽ എന്താ അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ലെയർ ഉണ്ടാക്കി സ്കൂൾ എന്ന് പറഞ്ഞ ലെയർ ഉണ്ടാക്കി അതിനുള്ള ആട്രിബ്യൂട്ട്സ് എന്തൊക്കെ കൊടുത്തു, നെയിം കൊടുത്തു, കോഡ് കൊടുത്തു, പിന്നെ അതിലേക്ക് എന്ത് ഡാറ്റ ആഡ് ചെയ്തു, ഏതൊക്കെ ID, പിന്നെ നെയിം GLPS, പിന്നെ കോഡ് 98765 എന്ന് ആഡ് ചെയ്തു. ഇനി നിങ്ങളോട് പറഞ്ഞാൽ എന്താ സേവ് ദ റിസോഴ്സ് മാപ്പ് യൂസിങ് ഓപ്ഷൻ പ്രൊജക്ട് പോയിട്ട് സേവാസ് എന്ന് പറയുന്ന ബട്ടൺ അടിച്ച് സേവ് ചെയ്യുക അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക പ്രൊജക്റ്റ് പോവുക, എന്നിട്ട് എന്താ സേവാസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ എക്സാം ഡോക്യുമെന്റ്സിൽ വന്നിട്ട് എഡ്യൂപോർട്ടിൽ വരിക അല്ലെ. എഡ്യൂപോർട്ടിൽ ഹോമാണ് ഉദ്ദേശിക്കുന്നത്. ഹോമിൽ വരിക, എന്നിട്ട് എക്സാം 10 ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. വായിച്ചിട്ട് രജിസ്റ്റർ നമ്പർ എന്താ 1 2 3 4 5 ക്വസ്റ്റ്യൻ നമ്പർ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 എന്ന് കൊടുക്കുക, നേരെ സേവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യം എന്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് ക്വിസിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം. അടുത്ത ചോദ്യം എന്താ നോക്കാം. റെഡി അല്ലേ? അടുത്ത ചോദ്യം എന്താ? ഇതിപ്പോ നേരത്തെ ചോദ്യം ക്ലാസ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നോക്കാം. യെസ്, ഇതാണ് മൂന്നാമത്തെ ചോദ്യം. എന്താണ്? ഈ റിസോഴ്സ് മാപ്പ് നെയ്മഡ് ലോക്കൽ map.qgs is given in the QGIS projects folder in exam documents in home. Home exam documents QGIS projects folder ഉണ്ട്. അതിൽ പോയിട്ട് എന്താ local map.qgs എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്? ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് മാപ്പ്. ഈ റിസോഴ്സ് മാപ്പിൽ ഈ ആരെ ഷോ ചെയ്യാനാ പറഞ്ഞത്? ലെയർ അല്ലെ. ഏത് ലെയർ? മെയിൻ റോഡ് എന്ന് പറയുന്ന ലെയർ ഇപ്പോ എന്താണ് ഹൈഡായി കിടക്കുകയാണ്. അതിനെന്ത് ചെയ്യണം? ഷോ ചെയ്യണം. പിന്നെ അടുത്ത എന്താ? ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. അതായത് റിവറിന്റെ കളർ ഏതോ ഒരു കളറാണ്, അത് ഏതിലേക്ക് മാറ്റാൻ പറയും? ബ്ലൂവിലേക്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്? സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ദ ഇമേജ് ഫയൽ ഇൻ ദ exam 10 folder in the home with your register number _ question number as the file name. അല്ലെ? To save an image file using option project save as image. അപ്പൊ പ്രൊജക്ട് സേവ് ആസ് ഇമേജ് വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്, അല്ലാതെ പ്രൊജക്ട് സേവ് ആസ് വെച്ചിട്ടല്ല സേവ് ചെയ്യേണ്ടത്. അപ്പൊ പ്രൊജക്ട് സേവ് ആസ് ഇമേജ് എങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് അല്ലെ നമ്മള് ഇത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. യെസ്. ആദ്യം നമ്മൾ QGIS സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. റെഡി അല്ലേ? ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫയൽ എടുത്തുകൊണ്ടിരുന്ന അല്ലെ പ്രൊജക്റ്റിൽ ഓപ്പണിൽ പോയിട്ട് നമ്മുടെ ഏത് ഫയലാണ്? എക്സാം ഡോക്യുമെന്റ്സിൽ ആരാളത്? QGIS പ്രൊജക്ട്സിന്റെ അതിൽ പോയിട്ട് ലോക്കൽ മാപ്പ് QGIS ഫയൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? ലോക്കൽ മാപ്പ് QGIS ഫയൽ എന്ത് ചെയ്തു? നമ്മൾ കൊണ്ടുവന്നു. റെഡി ആണല്ലോ? സംശയമില്ലല്ലോ? യെസ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? നമുക്ക് നോക്കാം. എന്താ പറഞ്ഞത്? ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് മാപ്പ്. ഇതില് മെയിൻ റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പൊ ഇവിടെ മെയിൻ റോഡ് എന്ന് പറഞ്ഞ സാധനം എന്താ? ഇത് അവിടെ കിടക്കുന്നുണ്ട് ലെയർ. അത് ഷോ ചെയ്യാനാ പറഞ്ഞത്. ഷോ ചെയ്യാൻ പറഞ്ഞ ഒരു പണിയില്ലതാ. ഇവിടെ ഒരു ടിക്ക് മാർക്ക് അല്ലെ എനേബിൾ അല്ല. ഇവിടെ എല്ലാ ലെയറിനും ടിക്ക് മാർക്ക് ഉണ്ട്, പക്ഷെ മെയിൻ റോഡിന് മാത്രമല്ല. അപ്പൊ ഞാൻ ആ ടിക്ക് മാർക്ക് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക, ടിക്ക് ഇട്ട് കൊടുക്കുക. യെസ്. അപ്പൊ നോക്കടാ, ഇവിടെ പുതിയതല്ല ഓൾറെഡി ഉണ്ട്, ഷോ ചെയ്യാത്തതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. ഞാൻ വേണമെങ്കിൽ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കി കാണിച്ചുതരാം. അപ്പൊ അത് പോയി അല്ലെ ജസ്റ്റ് ടിക്ക് ഇട്ടാൽ അത് വരും ചെയ്യും. അപ്പൊ നിങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരാണിത്. എന്താ? ജസ്റ്റ് ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഷോ ആവും. ഹൈഡ് ആക്കണമെങ്കിൽ ആ ടിക്ക് മാർക്ക് എന്ത് ചെയ്താൽ മതി? ഒഴിവാക്കിയാൽ മതി. ഓക്കെ.
ഇനി അടുത്ത എന്താ പറഞ്ഞത്, ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ അല്ലെ. റിവർ എന്ന് പറഞ്ഞ ലെയർ ഉണ്ടോ, ദ റിവർ, ഞാൻ ഏതാ റിവർ, യെസ്, ഇതാണ് നമ്മളെ റിവർ. റിവറിന്റെ കളർ ഇപ്പൊ എന്താ ഉള്ളത്, യെല്ലോ കളറാണ് അല്ലെ. അപ്പൊ ഇതിന് എന്താക്കണം, ബ്ലൂ കളർ ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ അറിയോ, റിവറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അവിടെ പ്രോപ്പർട്ടീസ് കാണാം, കണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ നോക്ക്, അതിന്റെ ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടീസ് പാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. അതിലിതാ ഇവിടെ കണ്ടെങ്കിൽ കളർ എന്ന സാധനം അവിടെ യെല്ലോ ആണ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂ ആക്കുക. ബ്ലൂ ആക്കിയിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ പരിപാടി തീർന്നു. ജസ്റ്റ് ഞാൻ കട്ടിയൊക്കെ കൂട്ടണമെങ്കിൽ അതിന്റെ തിക്നെസ്, അതിന്റെ വിട്തൊക്കെ കൂട്ടണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നോക്കടാ, നോക്കിതാ ഈ കാണുന്ന റിവറിന് എന്ത് കളറായി, റിവറിന് എന്ത് കളറായി, ബ്ലൂ കളറായി. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും ഒരു ലെയറിന്റെ ഭംഗി കൂട്ടണമെങ്കിൽ ആ ലെയറുമ കൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചേഞ്ച് വരുത്തുക. ഓക്കെ അല്ലേ, സംശയമില്ല. അപ്പൊ അതും കഴിഞ്ഞ് ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ഇമേജ് ഫയൽ ഇൻ ദ exam10 ഫോൾഡർ. എടാ ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യാനാ പറഞ്ഞത്. ടു സേവ് ദ ഇമേജ് ഫയൽ യൂസ് ഓപ്ഷൻ പ്രൊജക്ട് സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. പ്രൊജക്ട് പോവുക, എന്നിട്ട് ഇവിടെ സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷന് ഇതിൽ നോക്കിയാൽ കിട്ടുമോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറിയോ, ഇവിടെ കണ്ടങ്ങള് ന്യൂ പ്രിന്റ് ഔട്ട് എന്ന് കണ്ടോ, ന്യൂ പ്രിന്റ് ഔട്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു നമ്പർ എന്തെങ്കിലും കൊടുക്കുക, ക്യൂ കൊടുക്കുക, ഏതെങ്കിലും ഒരു സാധനം. എന്നിട്ട് ഇവിടെ ഇതാ ഒരു പാനൽ വന്നിട്ടുണ്ട്, ഒരു ക്യാൻവാസ്. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാറിയോ, ഇതാ അതിലേക്ക് നമ്മൾ ആഡ് ന്യൂ പിക്ചർ ലേഔട്ട് എന്ന് കണ്ടോ, ആഡ് ന്യൂ പിക്ചർ ലേഔട്ട്, അത് നേരെ കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്ന്. ജസ്റ്റ് പ്രൊജക്ട് ഫയൽ പോവാ, എന്നിട്ട് ഇതാ ന്യൂ പ്രിന്റ് ലേഔട്ട് ജസ്റ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണോ, ഇവിടെ ഓരോ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ ഏതാ ഈ ഓപ്ഷന്റെ പേരെന്താ, ആഡ് ന്യൂ മാപ്പ് ലേഔട്ട് അല്ലെ. ആഡ് ന്യൂ മാപ്പ് ലേഔട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ നമ്മുടെ മാപ്പ് അവിടെ വന്നു. കണ്ടോ നിങ്ങൾ, നമ്മുടെ മാപ്പ് അവിടെ വന്നു. ഏതാ ബട്ടൺ ക്ലിക്ക് ചെയ്തത്, ഏതാ ബട്ടൺ ക്ലിക്ക് ചെയ്തത്, ആഡ് ന്യൂ മാപ്പ് ടു ദ ലേഔട്ട് എന്നാണ്. നമ്മളെ മാപ്പ് എന്ത് ചെയ്ത് ഈ ലേഔട്ടിലേക്ക് കൊണ്ടുവരിക. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിലുള്ള ഓരോ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആഡ് എ ന്യൂ ലെജൻഡ് ടു ലേഔട്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, അതിലുള്ള മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സാധനം, ഹൗസ്, പഞ്ചായത്ത് റോഡ് അല്ലെ, മെയിൻ റോഡ്, റിവർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കളർ ഡിനോട്ടേഷൻ ഉണ്ടല്ലോ, ആ കളർ നമ്മൾക്ക് എന്ത് ചെയ്യുക വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള നമ്മൾ സാധാരണ മാപ്പ് കണ്ടിട്ടില്ലേ, അതുപോലെ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്തു വന്നു. ഓക്കെ, ഇനി നമ്മളോട് എന്ത് ചെയ്യണം, സേവ് ചെയ്യാൻ പറഞ്ഞു. ഏത് ഫയലായിട്ടാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്, സേവ് ആസ് ഇമേജ് ഫയൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ലേഔട്ട് പോയിട്ട് നേരെ എക്സ്പോർട്ട് ആസ് ഇമേജ് എന്ന് പറയുന്ന ഫയൽ എടുത്തിട്ട് നേരെ ഹോമിൽ പോവുക, exam10 ഓപ്പൺ ചെയ്യുക. അവിടെ ജസ്റ്റ് 1 2 3 4 അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ഒറ്റ മിനിറ്റ്, എക്സ്പോർട്ട് ആസ് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ exam10 വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, 1 2 3 4 5 6 അല്ലെ, ഒരു ഷിഫ്റ്റ് മൈനസ് അടിച്ച് അണ്ടർസ്കോർ വരും. ക്വസ്റ്റ്യൻ നമ്പർ വെറുതെ കൊടുത്തു. PNG ഫയലായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് PNG ഫയലായിട്ട് എന്ത് ചെയ്യുക, സേവ് അടിക്കുക. ഓക്കെ, എന്നിട്ട് സേവ്. ഓക്കെ, ഇപ്പൊ എന്തായി, നമ്മുടെ ആ ലേഔട്ട് എന്ത് ചെയ്തു, സേവ് ചെയ്തു. എന്താ ചെയ്തത് ഒന്നും കൂടി പറയാം നോക്ക്. ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യണമെങ്കിൽ നേരെ പ്രൊജക്റ്റിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ന്യൂ പ്രിന്റ് ലേഔട്ട് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അല്ലെ ഇവിടെ എന്തെങ്കിലും ഒരു സംഖ്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ ഇപ്പൊ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് വന്നു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തു കണ്ടങ്ങൾ എന്താ, ആഡ് എ ന്യൂ മാപ്പ് ടു ലേഔട്ട്, പുതിയ മാപ്പ് എന്ത് ചെയ്യുക, ലേഔട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുക, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, ഇങ്ങനെ വലിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ മാപ്പ് അവിടെ വരും. ഇനി അവിടുത്തെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. ഏതാണിത്, ബട്ടന്റെ പേരെന്താ, ആഡ് ടു ലെജൻഡ് എന്ന് പറഞ്ഞാൽ ആഡ് എ ന്യൂ ലെജൻഡ് ടു ലേഔട്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വലിക്കുക, അപ്പൊ അതും വന്നു അല്ലെ. എന്നിട്ട് നേരെ ലേഔട്ട് പോവുക, എന്നിട്ട് എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുക്കുക, നേരെ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. നമ്മൾ ഓൾറെഡി സേവ് ചെയ്തതാണ് അല്ലെ. അപ്പോൾ ഹോമിൽ പോവുക, exam10 എടുക്കുക, അവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ എങ്ങനെയാണ് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യാം. യെസ്, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ അല്ലെ. അടുത്തൊരു ചോദ്യം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യെസ്, അടുത്ത ചോദ്യം എന്താ, ഇപ്പൊ 1 2 ഇപ്പൊ ഈ ചോദ്യം നമ്മൾ കണ്ടല്ലേ. യെസ്, ഇത് കണ്ടു.
ഇനി അടുത്ത ചോദ്യം എന്താ? ഈ ചോദ്യം ഒന്ന് പരിചയപ്പെടാൻ നോക്ക്. എന്താ പറഞ്ഞത്? A resource map local map.qgs is given in the QGIS projects folder in the exam documents in home. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച. ഇത് എന്താ പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേ ദ ലെയർ മെയിൻ റോഡ് ഓൺ ദ റിസോഴ്സ് മാപ്പ്. അതായത് മെയിൻ റോഡ് തന്നെ ഡിസ്പ്ലേ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത സാധനം തന്നെ. ചേഞ്ച് ദ കളർ ഗിവൺ ദ മെയിൻ റോഡ് ടു ബ്ലാക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രൊജക്റ്റിൽ പോയിട്ട് സേവ് ആസ് അടിച്ച് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. വെരി സിമ്പിൾ. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. ഒന്നും കൂടി വെറുതെ വേണം ചെയ്യാം. നേരെ പോവുക, QGIS ഓപ്പൺ ചെയ്യുക, യെസ്, പ്രൊജക്റ്റിൽ പോവുക, ഓപ്പൺ അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? എക്സാം ഡോക്യുമെന്റ്സിൽ QGIS പ്രൊജക്റ്റിൽ ലോക്കൽ മാപ്പ് കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങളോട് ചോദ്യത്തിൽ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടത്? മെയിൻ റോഡ് എന്ത് ചെയ്യുക? ലെയർ മെയിൻ റോഡ് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ മെയിൻ റോഡ് ഇതാ ടിക്ക് മാർക്ക് ഇല്ല. അപ്പോൾ ഞാൻ ടിക്ക് ഇട്ടപ്പോൾ എന്തായി? മെയിൻ റോഡ് വന്നു. ഓക്കെ, യെസ്. അല്ലെ, ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ എന്ത് ചെയ്യും? കാരണം കേട്ടോ. ചേഞ്ച് ദ കളർ ഓഫ് ദ മെയിൻ റോഡ് ടു ബ്ലാക്ക്. ബ്ലാക്കിലേക്ക് മാറ്റാനാണ് പറഞ്ഞത് മെയിൻ റോഡ്. അപ്പം എന്ത് ചെയ്യുക? മെയിൻ റോഡ് ക്ലിക്ക് ചെയ്യുക. അതിന്റെ കളർ ഇപ്പോൾ റെഡ് അല്ലേ? അതിനെ ബ്ലാക്കിലേക്ക് മാറ്റാൻ വേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ? യെസ്, പ്രോപ്പർട്ടീസിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ റെഡ് ആണുള്ളത്, അത് എന്ത് ചെയ്യുക? ബ്ലാക്കിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ മാറ്റുക. ബ്ലാക്കിലേക്ക് മാറ്റി, യെസ്, ഓക്കെ. എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറായി. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? യെസ്. ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ QGISലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു. സംശയമുണ്ടല്ലോ? ആർക്കും സംശയം ഉണ്ടോ? ആർക്കും ഇല്ലല്ലോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. 4 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയൊക്കെ ചോദ്യങ്ങൾ വരുള്ളൂ. പിന്നെ ബഫർ ഉണ്ട്. ബഫർ പൊതുവെ ചോദിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ വലിയൊരു ടാസ്ക് ഒന്നും നിങ്ങൾക്ക് തരൂല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.